ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി നോക്കണം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ പരിപാടിയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇതൊരു ട്രാവലിംഗ് വ്ളോഗോ ലൈഫ് സ്റ്റൈൽ വ്ളോഗോ ഒന്നല്ല, ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുറേ കാലത്തിന് ശേഷം നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിതേ വീട്ടിലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് മീനുവിനും എനിക്കും ഓഫായിരുന്നു. അപ്പം നമ്മുടെ ബാക്കിലെ ഗാർഡനിൽ നിന്നിട്ടാണ് നമ്മൾ കുക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രീവിയസ് കുക്കിംഗ് വീഡിയോസിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റീൽസിലോ ഷോർട്സിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകുമായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ബാക്കിൽ നിന്നിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്താ കുക്ക് ചെയ്യാൻ പോകുന്നതെന്നല്ലേ, ഇന്നൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ അധികം യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് നമ്മുടെ മലയാളം യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അത് ഇവിടെ 2 empty ബോട്ടിലിരിക്കുന്നതില്ലേ, ഇത് കണ്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോട്ടോ. ഈ empty ബോട്ടിൽ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ക്യാൻഡ് ഫിഷ് എങ്ങനെ മേക്ക് ചെയ്യാം എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതും ഒരെണ്ണം കേരള സ്റ്റൈല് മുളക് ചാറും, ഒരെണ്ണം ഇംഗ്ലീഷ് സ്റ്റൈല് അധികം സ്പൈസ്, അതായത് മസാലകളൊന്നും ഉപയോഗിക്കാതെ ചെറിയ രീതിയിലുള്ള സ്പൈസസ് എല്ലാം ഉപയോഗിച്ചിട്ട്. ഇത് നമുക്കിവിടെ നിന്ന് ഫ്രോസൺ മത്തി കിട്ടും. ആ ഫ്രോസൺ മത്തി നമ്മൾ മേടിച്ചിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാട്ടോ. അപ്പം ഇതും പിന്നെ ഒലിവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ക്യാൻഡ് ഫിഷ്, അതായത് എങ്ങനെ ഫിഷ് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ആരും അനുകരിക്കാനായിട്ട് ഞാൻ നിർബന്ധിക്കത്തില്ല കേട്ടോ, കാരണം ഇത് ഇത്തിരി ഡേഞ്ചറാണ്. അപ്പോൾ കുക്ക് റെസ്പോൺസിബിലി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് എല്ലാം ഇട്ടതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് തുണിയെല്ലാം റാപ്പ് ചെയ്തിട്ട് ഈ ചില്ലുകുപ്പി അതിലിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഡേഞ്ചർ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചില്ലുകുപ്പി അല്ലേ, ചില്ലുകുപ്പി ആയതുകൊണ്ട് എങ്ങനെ ചൂടാകുമ്പം എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ്. അതുകൊണ്ട് ഇത് അനുകരിക്കുകയാണെങ്കിൽ തന്നെ പിള്ളേരുള്ള സ്ഥലത്തൊന്നും അനുകരിക്കരുത്. പ്രത്യേകിച്ച് ഞാൻ അത് അനുകരിക്കാനായിട്ട് പറയത്തില്ല കേട്ടോ, അത് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എന്തായാലും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളതെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കേരള സ്റ്റൈല് നമ്മുടെ മുളക് ചാറില്ലേ, ആ മുളക് ചാറിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ചില്ലിൻ്റെ ഒരു empty ബോട്ടിലാണ് വേണ്ടത്. ഇതേപോലെ ടൈറ്റ് ലിഡുള്ള ഒരു empty ബോട്ടിൽ വേണം, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 3 ഫിഷാണ് നമ്മൾ ഒരു ഫില്ലിങ്ങിൽ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. 3 മത്തിയുടെ 3 പീസ്. പിന്നെ ഒരു ചെറിയൊരു കുടംപുളി എടുത്തിട്ടുണ്ട്, അത് പുളിക്ക് വേണ്ടി. പിന്നെ നീളത്തിലരിഞ്ഞ് ഇഞ്ചിയും 2 വെളുത്തുള്ളിയുടെ ഇതെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഈസ്റ്റേണിൻ്റെ ഫിഷ് മസാല നമ്മൾ ഇടുന്നുണ്ട്. ഇവിടെ കശ്മീരി ചില്ലി ഉണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും നമുക്ക് കുറച്ചിടണം. പിന്നെ ഇവിടെ എക്സ്ട്രാ വെർജിൻ ഓയിലാണ് നമ്മളിതിൽ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കത്തില്ല, നമ്മൾ ഓയിൽ മാത്രം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മുളക് ചാറ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അടുത്ത ഫില്ലിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനും ഒരു empty ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള മസാലകളൊന്നും ഇല്ലാത്ത, അതായത് ഈ സ്പൈസസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി 2 ബേ ലീഫ്, ഒരു സിന്നമൺ സ്റ്റിക്ക്, പിന്നെ സ്റ്റാർസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഗ്രാമ്പും ഉണ്ട്, പിന്നെ കുറച്ച് കുരുമുളകും, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ട്. പിന്നെ ഇവിടെ റോസ്മേരിയും ഉണ്ട് കേട്ടോ. റോസ്മേരിയുടെ 2 ചെറിയ തണ്ടും ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പും പിന്നെ ഒലിവ് ഓയിലും ആണ് വേണ്ടത്. അതിനും നമ്മൾ 3 ഫിഷാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫില്ലിങ് ശരിയാക്കാം, എന്നിട്ട് നമുക്ക് ഇത് പുഴുങ്ങാനിടാം. നമ്മളുടെ ഫസ്റ്റ് ഫില്ലിങ് കേരള സ്റ്റൈല് മുളക് ചാറിനുള്ള ഫില്ലിങ്ങാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ഫിഷ് നമ്മൾ എടുത്തു കൊടുക്കുക, ഓരോ ഫിഷും ഇതിലേക്ക് ഇടുക. നമ്മളിതിന് 3 ഫിഷാണ് ഈ ഫില്ലിങ്ങിൽ ഇടുന്നത്. ശരിക്കും ഈ കുപ്പിയിൽ ഒരു 6 ഫിഷ് വരെ കൊള്ളും കേട്ടോ. നമ്മൾ 3 ഫിഷ് മാത്രമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എടുക്കുന്നുള്ളൂ. ഇതൊരു പരീക്ഷണമാണല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ ഒരു കുടംപുളി എടുക്കുന്നുണ്ട്. ഒരു കുടംപുളി തന്നെ ധാരാളമായിരിക്കും, കാരണം ഇത് നമ്മൾ പ്രിസർവ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണെങ്കിൽ പുളി നന്നായിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പുളിയാണ് എടുക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ശരിക്കും ഇത് വിൻ്റർ കൺട്രീസിലൊക്കെ അല്ലേ, അല്ലെങ്കിൽ ജോലിക്കാരൊക്കെ ആണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഒഴിവ് സമയങ്ങളിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഷെൽഫിൽ പ്രിസർവ് ചെയ്ത് വയ്ക്കാം. ഇതിന് ഷെൽഫ് ലൈഫ് ഉള്ളതാണ്. അപ്പം ഇത് ടൈറ്റായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പം ഇത് ഇത്തിരി എളുപ്പമാണ്. അപ്പം കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, കുറച്ച് വെളുത്തുള്ളി ഇട്ടാൽ മതി, കാരണം ഇതിന് നല്ല
സ്പൈസ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു മണമായിരിക്കും കിട്ടാൻ പോകുന്നത് കേട്ടോ. ഇനി അടുത്തത് നമ്മളിത് ഇതിലേക്ക് ഇടാൻ പോകുന്നതാണ് കുറച്ച് ഈസ്റ്റേൻ്റെ ഫിഷ് മസാല. ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1.25 ടീസ്പൂണാണ് ഈ ഈസ്റ്റേൻ്റെ ഫിഷ് മസാല നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചൊന്നും ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുള്ളൂ കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അടുത്തത് ഇടാൻ പോകുന്നത് നമ്മുടെ കശ്മീരി ചില്ലി. നമ്മൾ മറ്റേ ചില്ലി എടുക്കുന്നില്ല, കശ്മീരി ചില്ലി എടുക്കുന്നുള്ളൂ. ഈ കശ്മീരി ചില്ലി നമ്മളിത് ഒരു 1/2 ടീസ്പൂൺ ഇട്ടു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇത് അരയും കൂടി ഇട്ടു കേട്ടോ. നല്ല കളറായിരിക്കും. ഇത് നാട്ടിൽ നിന്ന് ഞങ്ങൾ പൊടിച്ചു വന്നതുകൊണ്ട് നല്ല ഫ്രഷ്നെസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ അതേ കുറച്ച് ഒലീവ് ഓയിൽ ഞാനിതിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒലീവ് ഓയിൽ നമ്മളിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആഹാ, ഇത് എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിലാട്ടോ. അപ്പോൾ ഈ ഒലീവ് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മളിത് ഉപ്പാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, അതായത് 3 മത്തിക്ക് വേണ്ട ഉപ്പ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. കുറച്ചും കൂടി കുറവുള്ള പോലെ ഉണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ടച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യാൻ പോകാം കേട്ടോ. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യമുണ്ട്. ഇത് നമുക്ക് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യണം. അപ്പം ഞാനിതിന് വേണ്ടി 2 അലൂമിനിയത്തിൻ്റെ ചെറിയ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പം ഈ അലൂമിനിയത്തിൻ്റെ പേപ്പർ നമ്മളിങ്ങനെ കവർ ചെയ്ത് വയ്ക്കും. ഇങ്ങനെ കവർ ചെയ്തിട്ട് അപ്പോൾ ഈ അലൂമിനിയത്തിൻ്റെ പേപ്പർ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊരു ടൈറ്റ് കവറിങ്ങിന് വേണ്ടി കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഈ സാധനം അടച്ചു വെച്ചു. നന്നായിട്ട് അടച്ചു ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് ഇതിലൊന്ന് കുതിരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫില്ലിംഗ് ഇല്ലേ, ആ ഇംഗ്ലീഷ് ഫില്ലിംഗ് ആണ്. നമ്മുടെ ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ കിട്ടും കേട്ടോ. അതായത് ഈ പിൽച്ചാട് സോക്ക്ഡിൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. അത് പല സോസിലും കിട്ടും. ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അങ്ങനെ പലതിലും കിട്ടും. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒലിവ് ഓയിലിൽ കുറച്ച് സ്പൈസൊക്കെ ഇട്ടിട്ട് നമ്മുടെ രീതിക്ക്, അതായത് നമ്മൾ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മളത് അടുത്ത 3 മത്തി എടുത്തു. ഈ മത്തി നമ്മൾ 3 എണ്ണം എംറ്റി ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മത്തി ഇതേപോലെ നീളത്തിൽ തന്നെ കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സിന്നമനാണ് എടുത്തിരിക്കുന്നത്. ഈ സിന്നമന് നല്ല സ്മെല്ലുണ്ട്. അപ്പം ഇത്രയും ഇടുന്നില്ല, നമ്മളത് ഇത്രയും ഇടുന്നുള്ളൂ കേട്ടോ. ഇത്രയും സിന്നമനെ ഇടുന്നുള്ളൂ. ഈ സിന്നമൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്റ്റാറാണ് നമ്മൾ ഇടുന്നത്. കാരണം 3 ഫിഷ് അല്ലേ ഉള്ളൂ. അപ്പോൾ 1 സ്റ്റാർ തന്നെ നല്ല സ്പൈസി നമുക്ക് തരും. പിന്നെ 2 ഗ്രാമ്പു ഇടുന്നുണ്ട് കേട്ടോ. 2 ഗ്രാമ്പു ഇട്ട് കൊടുത്തു. ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഗാർലിക്. 2 ഗാർലിക് എടുത്തിട്ടുണ്ട്. ഇത് നന്നാക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കേരള സ്റ്റൈൽ ഉണ്ടാക്കിയപ്പം ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിരുന്നു. ഇത് നീളത്തിലൊന്നും അരിയുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇടാൻ പോകുന്നതാണ് നമ്മുടെ ബേ ലീഫ്. ഇത് ഡ്രൈ, അതായത് റോ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് നമുക്ക് ഡ്രൈ ആണ് കിട്ടിയത്, അതുകൊണ്ട് ഡ്രൈ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് റോസ്മേരി ഉണ്ട്. റോസ്മേരി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. റോസ്മേരിയുടെ ചെറിയൊരു 2 തണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പെപ്പർ കോൺസ് ഇടുന്നുണ്ട് കേട്ടോ. അത് ഒരു എരിവിനൊക്കെ ആയിട്ട് നമ്മളിടത്തില്ലേ, ആ ഒരു എരിവിനൊക്കെ ആയിട്ട് ഇടുന്ന രീതിക്ക് ഇടുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു പച്ചമുളകും കൂടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഈ പച്ചമുളക് ഇതിൽ കാണിച്ചില്ലായിരുന്നു നേരത്തെ. അപ്പോൾ ഈ പച്ചമുളകും കൂടി ഇടുന്നുണ്ട്, എന്നാലും ഒരു ചെറിയൊരു സ്പൈസി നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ ഒലീവ് ഓയിലാണ്. ഈ ഒലീവ് ഓയിൽ നമുക്ക് ഇതിലേക്ക് ഹാഫ് സോക്കാകുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് ശരിക്കും ഒലീവ് ഓയിലിൽ സോക്ക് ചെയ്ത് വരുന്ന പിച്ചാടാണ്. അതാണ് നമ്മൾക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിന് നല്ല ടേസ്റ്റ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാറുണ്ട്. ഷോപ്പിൽ നിന്നെല്ലാം മേടിക്കുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഹാഫായിട്ട് സോക്കാകുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഈ മത്തി
വെള്ളത്തിൽ കിടന്ന് വെന്ത് കഴിയുമ്പം ഇതിന് കുറച്ച് നെയ്യും അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഫൈനൽ ടച്ച് കേട്ടോ, അതായത് ഇംഗ്ലീഷ് സ്റ്റൈല് മത്തി ഫില്ലിങ്ങിന് ഫൈനൽ ടച്ച് നമ്മളിത് അതിലേക്കും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു കുറച്ച്, അത് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്, ഒരു കുറച്ചും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇതും ഫില്ലിങ്ങൊക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ട് കുളിക്കാൻ മതി കേട്ടോ. ഈ ഉപ്പും ഈ സ്പൈസസും എല്ലാം ഒന്ന് എല്ലായിടത്തും എത്താൻ വേണ്ടി മാത്രം അതൊന്ന് കുലുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കേരള സ്റ്റൈല് മത്തിയിലും ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ രണ്ടിൻ്റെയും ഈ സൈഡിലേക്ക് കൂടി നിൽക്കുന്ന ഈ അലൂമിനിയത്തിൻ്റെ ആ ഫോയിൽ പേപ്പർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാമിക്കുട്ടിക്ക് കളിക്കാൻ പോകാൻ പറ്റാഞ്ഞിട്ട് വാമിക്കുട്ടി അവിടെ ഒച്ചയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ എക്സ്പെരിമെൻ്റ് വീഡിയോ ആയതുകൊണ്ട് വാമിക്കുട്ടീനെ അടിപ്പിക്കാനും പറ്റത്തില്ല കേട്ടോ. പക്ഷെ ആള് ഓടിയൊക്കെ വരുന്നുണ്ട്, വന്നൊക്കെ നോക്കുന്നുണ്ട്. അതേ വാമിക്കുട്ടിയുടെ തല നിങ്ങൾക്ക് കാണാണ്ട് ഇതിൽ കൂടെ ഓടി നടന്നിട്ട് കളിച്ചിട്ട് മൊത്തം ക്ഷീണിച്ചിരിക്കുകയാണ് ആശാത്തി. അപ്പം ഇവിടെ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്രം, ഇതാണ് പാത്രം. പിന്നെ നമ്മുടെ ക്യാമ്പിംഗ് സ്റ്റൗവ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മളത് ഈ ക്യാമ്പിംഗ് സ്റ്റൗവ് നമ്മൾ ഓണാക്കി കൊടുക്കുവാണ്. സ്റ്റൗവ് ഓണായിട്ടുണ്ട്. ഈ ഓണായ സ്റ്റൗവിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ആ വെള്ളം ചൂടായ ആ ചൂടിൽ തന്നെ നിന്ന് ഈ മീനും ശരിയാകണം, അതിനു വേണ്ടിയാണ്. അപ്പം ഫുൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയാണ് നമ്മുടെ തോർത്തുമുണ്ട് എന്തിനാണെന്നല്ലേ, തോർത്തുമുണ്ട് നമ്മൾ ഇതിലിടും. എന്നിട്ട് ഫിഷ് അതിൻ്റെ മുകളിലാണ് ഈ കുപ്പി ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ തോർത്തുമുണ്ട് ഇങ്ങനെ ഇടുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ചൂട് ഇതിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ചില്ലല്ലേ, അപ്പം അടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ തോർത്തുമുണ്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. തോർത്തുമുണ്ട് ഇട്ട് കഴിഞ്ഞപ്പം വെള്ളം കുറവാണ്, അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതേ കുറച്ചും കൂടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിരുന്ന 2 ഫിഷ് ഇതേ കണ്ടോ, നമ്മുടെ കേരള സ്റ്റൈലും നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റൈലും, ഈ 2 ഫിഷും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഈ ഫിഷ് ഇട്ടതിന് ശേഷം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം ഇത് മുങ്ങിയാണ് കിടക്കുന്നതെന്ന്. ഇതിപ്പോൾ മുങ്ങിയിട്ടില്ല, കാരണം ഈ തോർത്തുമുണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി മുങ്ങാനുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു തോർത്തുമുണ്ട് കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നാലും ഇത് ഇൻ കേസ് പൊട്ടിത്തെറിക്കുവാണെങ്കിൽ നമുക്ക് വലിയ സീനില്ലാതിരിക്കും, മനസ്സിലായോ? അപ്പം ആ തോർത്തുമുണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഇത് വേണ്ടി വരും, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം നമ്മളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ. ഓക്കെ, ഇനി വേണ്ടത് ഇതൊരു മൂടാനായിട്ടൊരു മൂടി. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഈ സാധനം ആകുമ്പം തിളച്ച് കഴിഞ്ഞ് പിന്നെ മീൻ വേവാനായിട്ട് അധികം സമയം വേണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ മത്തിയെല്ലാം വെന്ത് കഴിയും. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇരുന്നിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമുക്ക് കുത്തി, അതായത് തോർത്തുമുണ്ട് മാറ്റി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ മീൻ വെന്തിട്ടുണ്ടെങ്കിൽ ഏകദേശം വെന്തിട്ടുണ്ടോയെന്നറിയാം. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മുടെ വെള്ളം തിളച്ചൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുന്നുണ്ട്. ആഹാ, പുകയൊക്കെ പോകുന്നുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും കവർ ചെയ്ത് വെച്ച് അതാകാൻ വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്യുവാണേ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫുഡ് എക്സ്പെരിമെൻറ്റ് വീഡിയോ ആയതുകൊണ്ടും കുക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതേപോലെ ഞാനൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അതായത് ഇത് എക്സ്പെരിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടെക് വൈസ് അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുഡിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ. അതും ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ല, നിങ്ങൾക്ക് അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിച്ചാൽ വളരെ നന്നായിട്ട് ഞങ്ങൾ സന്തോഷിക്കും. എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിക്കാനുള്ള തിരക്കിലായിരിക്കും എന്നറിയാം. ഞങ്ങളിവിടെ ന്യൂ ഇയറൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ന്യൂ ഇയർ കഴിഞ്ഞ് വരുന്ന 2ാമത്തെ ദിവസം 3-ാം തീയതി
വാമിയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പം അതും കൂടി നിങ്ങളോടിപ്പോൾ പറയുവാണ്. ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്, ബർത്ത്ഡേ എല്ലാം ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ അവിടെ ഇരുന്ന് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വാമിയും മീനും കൂടി ഉണ്ടായിരുന്നു. വാമീൻ്റെ ഇവിടെ നിന്ന് ഓടിപ്പിച്ചു വിട്ടു. ഇനി ഇൻ കേസ് അത് കുപ്പിയെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊട്ടുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വാമീനെ എണീപ്പിച്ച് അകത്തേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. വാമി ഭയങ്കര അലമ്പായിരുന്നു, ആ ടേബിളിലേക്ക് വന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അത് തിളച്ചോ എന്നറിയാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്കിട്ട് വന്ന് തുറന്ന് നോക്കുന്നത്. തിളച്ചിട്ടില്ല കേട്ടോ. കാരണം തിളയ്ക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം, ഇവിടെ നല്ല കാറ്റുണ്ട്. അപ്പം ഈ കാറ്റടിച്ചിട്ട് ഈ ഫ്ലെയിം നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ സ്ട്രെങ്ത്തിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഇത്തിരി കൂടി സമയം എടുക്കുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ആകണ്ടായിരുന്നു. അപ്പം ഞാനിവിടുത്തെ ഈ സൈഡിലേക്ക് ഇത്തിരി മാറിയായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം ഡിസ്റ്റൻസ് ഇത്തിരി മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സംഭവം തിളച്ച് കഴിഞ്ഞപ്പം നിറച്ച് വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം കൂടിപ്പോയിട്ട് പുറത്തേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുക. അത് മൂടിയല്ല വെച്ചിരുന്നത്, അതുകൊണ്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നേ. തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തിളയ്ക്കട്ടെ. നമുക്കൊന്നും കൂടി ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം, പയ്യെ കവർ ചെയ്ത് വയ്ക്കാം. പക്ഷേ വെള്ളം തിളച്ച് ഈ ഫ്ലെയിമിലേക്ക് വരുമെന്നാണ് ഇപ്പോൾ പേടി. എന്തായാലും ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കട്ടെ ഇത്. അപ്പോൾ നമുക്കൊന്നും കൂടി തുറന്ന് നോക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ആകേണ്ടതാണ് സാധനം. എനിക്ക് തോന്നുന്നത് ഇതായിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. കണ്ടോ, വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റൈല് ഫിഷും ഇനി നമ്മുടെ കേരള സ്റ്റൈല് മുളക് ചാറും, അതും നമ്മുടെ മത്തിക്കുട്ടൻ മുളക് ചാറ് ഏകദേശം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടോ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നിർത്തിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ. ഇത് ശരിക്കും ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഫിഷ് കണ്ടോ, ഈ ഫിഷ് വെന്തിട്ട് അതിൽ നിന്ന് പൊളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 തോർത്തുമുണ്ട് ആദ്യം തന്നെ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഫിഷ് എടുക്കാവേ. അയ്യോ നല്ല ചൂടാട്ടോ. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തില്ല, അതും സ്റ്റവ് ഓഫ് ചെയ്തേ. ഓക്കെ, സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 ഫിഷും നമുക്ക് എടുക്കണം. എടുത്തിട്ട് നമുക്ക് പുറത്ത് വയ്ക്കണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇത് നല്ല ചൂടായതുകൊണ്ടേ. ഓക്കെ ഓക്കെ കണ്ടോ, മീനതിൻ്റെ ഉള്ളിലേ വിട്ടിരിക്കുന്നുണ്ട്. നേരത്തെ വെച്ചപ്പോഴേ കുറച്ച് ഈ ഓയിൽ ഈ അടപ്പൻ്റെ അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഉള്ള സാധനമാണ് അതിൽ വീണപ്പായത്. അത് 2 എണ്ണം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാൻഡ് ഫിഷ് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ കാണാൻ ഭയങ്കര ലുക്കായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റൈല് ഒലിവ് ഓയിലുള്ള ക്യാൻഡ് മത്തിയും ഇത് നമ്മുടെ കേരള സ്റ്റൈല് മത്തിച്ചാറും. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഓയിൽ ഇത്തിരി മുകളിലേക്ക് മാറിയിരിക്കുന്നുണ്ട്. മീനെല്ലാം ചിലത് മുറിഞ്ഞു പോയിട്ടുണ്ട്. ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ദേ മുറിഞ്ഞു പോയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതാണ് അടുത്ത ടാസ്ക്. കുപ്പിക്ക് നല്ല ചൂടാണ്. ചൂടാറിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അപ്പോൾ നമ്മുടെ 2 രീതിയിലുണ്ടാക്കിയ ക്യാൻഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. ക്യാൻഡ് മത്തി കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ കേരള സ്റ്റൈലിലുണ്ടാക്കിയ മുളക് ചാറാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സാധനം നമ്മളുടെ ഇംഗ്ലീഷ് സ്റ്റൈലിലുണ്ടാക്കിയില്ലേ, ഈ സാധനം നമ്മൾ ഷെൽഫിലെടുത്ത് വയ്ക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പം നമ്മൾ ഇത് കാണിച്ചു തരും നിങ്ങൾക്ക് എത്ര ദിവസം നമുക്ക് പ്രിസർവ് ചെയ്തിരുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ചീത്തയായി പോകും. അതുകൊണ്ട് ഇത് മാത്രമേ നമ്മളിന്ന് ഓപ്പൺ ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് ചപ്പാത്തിയുടെ കൂടെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് കൂടി നമുക്ക് കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാതെ ഓപ്പൺ ചെയ്യാൻ പോവുക കേട്ടോ. നമ്മുടെ അയ്യോ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചത്. ഓപ്പൺ ചെയ്തു. ആഹാ, സൂപ്പർ സൂപ്പർ, നല്ല അടിപൊളി മണമുണ്ട്. ഒന്ന് ഇളക്കാട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിൽ നിന്ന് വെള്ളം എന്തോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെയാണ് അടിയിലിങ്ങനെ ഒരു കളറ് ഒരു ഇതുമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ഈ ഒലീവ് ഓയിലും ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം.
ഓയിൽ തന്നെ കേട്ടോ വരുന്നത്. ഓക്കെ, എന്നിട്ടിത് ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് മീനുവിനും മാമിക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പം ഇത് കാണിക്കും. അപ്പം നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാം കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് കൂടി നിങ്ങളെ കാണിച്ചു തരാം. അയ്യോടാ, നല്ല മണം കിട്ടാം. നമ്മുടെ മുളക് ചാറല്ലേ, മുളക് ചാറിൻ്റെ അത്രയും മണം. ഇത് കണ്ട, പുളി അധികം പിടിച്ചിട്ടില്ല. ഇതിൽ തിന്ന് കഴിയുമ്പം പുളി പിടിക്കുമായിരിക്കും. പുളി അധികം പിടിച്ചിട്ടില്ല കേട്ടോ. ഉപ്പെല്ലാം അത്യാവശ്യത്തിനുണ്ട്. നന്നായിട്ട് വന്നു. ഇതുണ്ടോ, ഇതുണ്ടോ, ശരിക്കും നല്ല രീതിയിൽ വേവുകയും ചെയ്തു. സംഭവത്തിന് പുളി പിടിച്ചിട്ടില്ല, അത് ഞാൻ എപ്പോഴും പറയാം. പുളി പിടിച്ചിട്ടില്ല. ബാക്കിയെല്ലാം നമ്മുടെ മുളക് ചാറിൻ്റെ അതേ ടേസ്റ്റ്. ഒലിവ് ഓയിലിൽ കിടക്കുന്നത് കൊണ്ട് ഒലിവ് ഓയിലിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റില്ലേ, ആ ടേസ്റ്റും വരുന്നുണ്ട് കേട്ടോ. ആരും ഫോൺ ചെയ്യുന്നുണ്ട്, ഞാനൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ. സൂപ്പർ. അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് ആരെങ്കിലും പരീക്ഷിക്കുവാണെങ്കിൽ കുക്ക് റെസ്പോൺസിബിലി എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ ഉള്ള അടുത്ത് കുട്ടികളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങളിത് പരീക്ഷിക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം ഈ ചില്ലൂപ്പി ആയതുകൊണ്ടാണ് ഡേഞ്ചർ. ചില്ലൂപ്പിയും ചൂടുവെള്ളവും അതെല്ലാം ഭയങ്കര ഡേഞ്ചറാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കേരള കറി കൂട്ടി പിന്നീട് കഴിക്കണമെങ്കിൽ നമുക്ക് ഷെൽഫ് ലൈഫൊക്കെ ഉള്ളതാണ്. പുറത്തൊക്കെ ഇങ്ങനെ ഈ ടിൻ ഫിഷ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും ഇത് നല്ലൊരു പരീക്ഷണമായിരുന്നു. ഞാൻ സക്സസ് ആവുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് നല്ലതാണെന്ന്. ഇല്ലെങ്കിൽ കുപ്പി പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ മറ്റേ പ്ലാസ്റ്ററൊക്കെ അടിച്ച് കിടക്കുന്നത് നിങ്ങൾ കണ്ടേനെ. എനിവേ അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഈ വീഡിയോയ്ക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് പിന്നീട് ഒരു ഇതായിരിക്കും, ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ, ലിവ് ഇൻ ദ മൊമെന്റ്, ചിയേഴ്സ്.